winged soldier, choosing your battle. Pick yourself up and dust yourself off and back in the saddle. നേരെ കോഴിക്കോട് നിന്ന് അങ്കമാലിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരള വിഷൻ ഗോൾ സോൺ കൺട്രി. ക്യാമ്പസുകളിൽ ഫുട്ബോളിന്റെ ലഹരി പടർത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു യാത്ര. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പം ചേരുകയാണ്. ഗോൾ സോൺ കൺട്രി എത്തിച്ചേർന്നിരിക്കുന്നത് നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ കൂട്ടുകാർക്കൊപ്പമാണ്. എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഒപ്പം ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് നമ്മുടെ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഡിസ്റ്റോ അവർകളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഡോക്ടർ ഡിസ്റ്റോ. എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഫുട്ബോൾ ഒരു ലഹരിയാണോ? യു ലുക്ക് അറ്റ് അവർ ക്യാമ്പസ്. ഞങ്ങളുടെ ക്യാമ്പസിൽ ഫുട്ബോൾ ഒരു വികാരം തന്നെയാണോ? ഞങ്ങളുടെ ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസ് ആണ്. ഏറ്റവും ബെസ്റ്റ് ഗ്രീൻ ക്യാമ്പസ് ആണ് നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം. ഞങ്ങളിവിടെ ഗ്രീനറിയിൽ വിശ്വസിക്കുന്നു. പ്രകൃതി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് ക്യാമ്പസ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വൈഗയുടെ ഒരു നല്ലൊരു ഒരു വേൾഡ് കപ്പ് സോങ്ങോട് കൂടി ആരംഭിക്കാം. ഞാൻ ക്ഷണിക്കുകയാണ് പ്രശസ്ത ഗായിക, പിന്നണി ഗായിക വൈഗ. അപ്പൊ നമ്മുടെ ഗോൾ സോൺ കൺട്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പം ഇന്നത്തെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഗോളിയെ കൊണ്ടുവരാം അല്ലെ? ഒരു ഗോളി ഇല്ലാതെ എന്ത് ഗോളടി? ഗോളി വരൂ. എന്താണ് ഗോളിയുടെ പേര്? ശ്രീദേവി. ശ്രീദേവി ഏത് രാജ്യത്തിന്റെ ഫാനാണ്? അർജന്റീന. എല്ലാരും അർജന്റീന ഫാനാണോ? ഇപ്രാവശ്യം വേൾഡ് കപ്പ് ആര് തൂക്കം? അർജന്റീന. അർജന്റീന ഉറപ്പ്. എല്ലാരും അതിനെ പറയണു. അർജന്റീന വേറെ വ്യത്യസ്തമായി ഇല്ല. ഈ ക്യാമ്പസിൽ ഫുൾ അർജന്റീനയുടെ ഫാൻസ് ആണ്. ഓക്കെ, ശ്രീദേവി ഗോൾ പോസ്റ്റിലേക്ക് പൊക്കോളൂ. ശ്രീദേവി ഗോള് സേവ് ചെയ്യുകയാണെങ്കിൽ ശ്രീദേവിക്കായിരിക്കും സമ്മാനം. ഇനി നമുക്ക് ഷൂട്ട് ഔട്ട് എടുക്കാൻ വരുന്ന വലിയ താരങ്ങളെ ഞാൻ ക്ഷണിക്കാണ്. ആദ്യമായി വരുന്ന താരത്തേക്ക് പറഞ്ഞു വിടൂ. കേരള സ്റ്റേറ്റ് പ്ലെയർ ആണ് വരുന്നത്. കേരള ചാമ്പ്യൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ? അല്ലാതെ പേര് അയ്യോ. അപ്പൊ അടുത്ത ആളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഏതാ പഠിക്കണേ? ബികോം ഫിനാൻസ്. ഓക്കെ, ഏത് രാജ്യത്തിന്റെ ഫാനാണ്? പോർച്ചുഗൽ ഫാനാണ്. പോർച്ചുഗലിന്റെ ആരാധകരുണ്ടോ ഇവിടെ? ഒരു 4-5 പേര് നിപ്പുണ്ട്. ബാക്കിയെല്ലാം ഫ്രീ ഫയർ കളിക്കാൻ പോയെന്ന് തോന്നുന്നു. അടിപൊളി. അത് കൃത്യമായിട്ട് എവിടെ പോയെന്ന് നോക്കിയത്. എന്റെ അണ്ണ, പോർച്ചുഗലിന്റെ ഫാൻ വന്നിട്ട് ആ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അടിച്ച് കീറിയിട്ട് പോയി. പോർച്ചുഗൽ ഫാൻസിന്റെ സംഭാവന. അതെ, റൊണാൾഡോയെ അടിച്ച് കീറിയിരിക്കുക. അപ്പൊ ഇനി അടുത്ത കൂട്ടുകാരൻ വരൂ. പേര്? ഓക്കെ, വരൂ. എന്റെ അമ്മേ, ഗോളി അത് ഗംഭീര സേവ് ആയിരുന്നു. പക്ഷെ ഗോളി പോലും അറിഞ്ഞില്ല ഇത് സേവ് ചെയ്ത് എങ്ങനെയാണെന്ന്. അങ്ങനെ വെച്ചതും കൃത്യമായിട്ട് ആ കയ്യിലിരുന്നു. എന്തായാലും ഗോളിക്ക് ഞാൻ സമ്മാനം കൊടുക്കണം. വരൂ. പിന്നെ ഗ്രേറ്റ് സേവ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സമ്മാനവും കൊടുക്കുന്നതായിരിക്കും. സമ്മാനം നിർവഹിക്കാനായിട്ട് മോളുടെ ഫേവറേറ്റ് ടീച്ചർ ആയിരിക്കും ഇവിടെ നിൽപ്പുണ്ടോ? ക്ലാസ് ജിജി മിസ് അവിടെ ഉണ്ടോ? ജിജി മിസ്. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലഹരികൾ വേണം. അധ്യാപകരും ആരെങ്കിലും സമ്മാനം ഏറ്റുവാങ്ങണമെന്ന് ചോദിച്ചപ്പോ എന്റെ മിസ് വരണം എന്ന് പറഞ്ഞ ആ ഒരു ലഹരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആയിരിക്കണം. നല്ല ബന്ധങ്ങളായിരിക്കണം നമ്മുടെ ലഹരികൾ. നല്ല സൗഹൃദങ്ങളായിരിക്കണം നമ്മുടെ ലഹരികൾ അല്ലേ? പഠിത്തമായിരിക്കണം നമ്മുടെ ലഹരി. ഇതുപോലുള്ള ഗെയിമുകളായിരിക്കണം നമ്മുടെ ലഹരി. മറ്റ് ലഹരികൾക്ക് തൽക്കാലം ഗുഡ് ബൈ. കൈയടി കൊടുക്കാം. പേരെന്താണ്? ആൽഫിയ. ഓക്കെ, അപ്പൊ ആൽഫിയ നമുക്ക് ഇടുന്ന. ആൽഫിയ ഏത് ക്ലാസ്സില? ഏതാ പഠിക്കണേ? എംകോം. കണ്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇയർ ആയിരിക്കും. അങ്ങനെ ഇത് തന്നെ ആയിരിക്കും ഇനി അടുത്ത വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ അടുത്ത കൂട്ടുകാരനെ പരിചയപ്പെടാം. പേര്? അനന്തകൃഷ്ണ. അനന്തകൃഷ്ണ ഏത് ടീമിന്റെ ഫാനാണ്? പോർച്ചുഗൽ ഫാൻ. ആരും അനങ്ങുന്ന പോലും ഇല്ല. റെഡി? ആദ്യത്തെ ഗോൾ. യെസ്,
ഇതാണോ നിങ്ങൾ പറഞ്ഞത് സെക്കൻഡ് ഹാഫിൽ അർജന്റീന അതിശയിപ്പിക്കുമെന്ന്? അത് തന്നെ സംഭവിച്ചു. അർജന്റീന ഗോൾ അടിച്ചു. അങ്ങനെ പോർച്ചുഗലിന് വേണ്ടി ഗോൾ നേടിയ പ്രിയപ്പെട്ട കൂട്ടുകാരെ പേരൊന്നുകൂടെ. അനന്തകൃഷ്ണന് സമ്മാനം നൽകുവാനായിട്ട് ഹാജിദ മിസ് എത്തിയിട്ടുണ്ട്. നന്ദിലത് ജി മാർട്ട് സ്പോൺസർ ചെയ്ത ഒരു ഫുട്ബോൾ. ടീച്ചറും അതിനേക്കാളും വലിയ പോർച്ചുഗൽ ഫാൻ. ടീച്ചർ, ഇപ്രാവശ്യം പോർച്ചുഗലിന് എന്താണ് പറ്റിയത്? പോർച്ചുഗൽ കപ്പ് നേടിയെങ്കിലും റൊണാൾഡോനെ എല്ലാവരുടെയും രാജാവായിരിക്കും. 5-ന്റെ മഞ്ച്. എന്താ പഠിക്കണേ? ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന ഷെറിനാണ് അടുത്തതായി എത്തുന്നത്. ക്ലാസിക് ഗോൾ, മനോഹരമായ ഒരു ഗോൾ. അർജന്റീനയുടെ ആ ഒരു പവർ കിക്ക് നമ്മളിവിടെ കണ്ടു. മനോഹരമായ ഒരു ഗോളാണ് പോർച്ചുഗലിന് ശേഷം അർജന്റീന സമ്മാനിച്ചത് അല്ലേ? ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഒരേ ഒരു രാജാവ് ആര്? പുതിയ രാജാവ് എത്തിയിട്ടുണ്ട് കളിക്കളത്തിൽ. നന്ദിലത് ജി മാർട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുട്ബോൾ. Congratulations once again. അപ്പൊ വീണ്ടും അടുത്ത ഏത് രാജ്യം വരുമെന്ന് നോക്കട്ടെ. ബ്രസീൽ ആദ്യമായി ഈ ക്യാമ്പസിലേക്ക് ഇറങ്ങുന്ന ബ്രസീലിന്റെ ഒരു ആരാധകൻ. അടിച്ചില്ല എങ്കിൽ ആക്ച്വലി ഈ പിള്ളേർ എല്ലാരും കാണിക്കും. അവിടെ നെയ്മർ ഇപ്പൊ കാണിക്കുന്നത്. ആരാണ് സമ്മാനദാനം നിർവഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ആനന്ദ് ഷെഫാണ് പ്രിയപ്പെട്ട ബ്രസീൽ ഫാനിന് സമ്മാനം കൈമാറുന്നത്. നന്ദിലത് ജി മാർട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനം. All the best. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഈ വരവിന് ഒരു ലക്ഷ്യം കൂടെയുണ്ട്. വേൾഡ് കപ്പിന്റെ ആവേശം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള വേൾഡ് കപ്പിന്റെ ആവേശം ടെലിവിഷനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് കേരള വിഷന്റെ ഈ ഒരു ഗോൾ സോൺ കൺട്രിയുടെ ശ്രമം. ഒപ്പം കേരള ഗവൺമെന്റിന്റെ ഏറ്റവും മനോഹരമായ പുതിയ ഓപ്പറേഷൻ തൂഫാന്, പുതിയ തലമുറയെ നമുക്ക് ലഹരിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുവന്നൊരു യാത്ര കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പേര് ശ്രീഹരി നിങ്ങൾക്കൊരു ആന്റി ഡ്രഗ് പ്രതിജ്ഞ ഇപ്പോൾ ചൊല്ലി തരും. നിങ്ങൾ എല്ലാവരും അത് ഏറ്റു ചൊല്ലുക. ഒപ്പം ആ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക, മറ്റുള്ളവർക്ക് കൈമാറുക. എല്ലാവരും വലത് കൈ മുന്നിലേക്ക് നീട്ടി ഈ പ്രതിജ്ഞ ഏറ്റു ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല. മയക്കുമരുന്ന് ഉൾപ്പെടുകയുള്ള നിയമവിരുദ്ധ ലഹരികൾ പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്നു. മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിക്കെതിരെ ഒരു യോദ്ധാവായി പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് എറണാകുളത്തെ അടുത്ത ഫുട്ബോൾ ലഹരി കാഴ്ചകളിലേക്ക് നീങ്ങുകയാണ്. Feel it, got everything you need it. Now bring it like you mean it, just like you mean it. അങ്ങനെ നമ്മളിപ്പോ ഇടപ്പള്ളി ഗോപു നന്ദില ജി മാർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കൊച്ചിയിലുള്ള കൂട്ടുകാർക്ക് സമ്മാനമായിട്ട് ഫുട്ബോൾ കളക്ട് ചെയ്യാൻ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ മാനേജർ അല്ലേ? സുധീഷ് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഗോപു നന്ദില ഗ്രൂപ്പിന്റെ ഇടപ്പള്ളി ഷോറൂമിന്റെ മാനേജറാണ്. പേര് സുധീഷ് പി സുരേഷ്. ഓക്കെ, സുധീഷ് പി സുരേഷ്, നമ്മളെ ഈ വേൾഡ് കപ്പിന് ഒരുപാട് ഓഫറുകൾ ഉണ്ടല്ലോ. ഇവിടുത്തെ ഓഫർ എന്ന് പറയാം, കൊച്ചിയിലെ ഓഫറുകൾ. തീർച്ചയായിട്ടും നമ്മള് വേൾഡ് കപ്പ് തുടങ്ങിയ അന്ന് മുതൽ വേൾഡ് കപ്പ് തീരുന്നവരെ ഈ മാസം 19-ാം തീയതി, നമ്മൾ പറയുമ്പോൾ ശരിക്കും 19-ാം തീയതി മിഡ് നൈറ്റ് ആണ് കളി. അപ്പൊ അതുവരെ നമ്മൾ ഓഫർ കണ്ടിന്യൂ ചെയ്യാണ്. എന്തൊക്കെ ഓഫറാ? ഗംഭീരമായ ഓഫർ, ഒരിക്കലും പ്രഡിക്റ്റ് പറ്റാത്ത അത്ര റേറ്റുകളും, അതിനൊപ്പം തന്നെ ഗോളടിക്കൂ ബോൾ സമ്മാനമായി നേടും. ഇതാ ഞങ്ങളുടെ പോസ്റ്റ് ഇരിക്കുന്ന കണ്ടില്ലേ, അതിലേക്ക് ഒരു ബോൾ തട്ടിയിട്ടാൽ അപ്പൊ ഗോളാ, അപ്പൊ ബോൾ കിട്ടുന്നു. ഒരു ഗോൾ വീണാൽ അപ്പൊ ബോൾ കയ്യിലേക്ക് കിട്ടുന്നു. ഏത് ടി വി വാങ്ങിയാലും 32 ഇഞ്ച് ടി വി തുടങ്ങി ഏത് ടി വി വാങ്ങിയാലും കസ്റ്റമർക്ക് ഒരു ഫുട്ബോൾ ഫ്രീ ആണ്. ഗോപു നന്ദിലത്തിന്റെ അടിപൊളി ബോള് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓഫർ ഗംഭീര വിലക്കുറവ്. പ്രൈസിന്റെ കാര്യത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഇന്ന് ചാലഞ്ചിങ് പ്രൈസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട്. It ain't just contagious, you know. And it never fails. No, no. No one's getting tired. I know. You got that fire. Hey, yo, keep me a little higher. സമ്മാനദാനം നിർവഹിക്കാൻ പോകുന്ന വളരെ റെയർ ആയിട്ടുള്ള സ്റ്റൈലിഷ് പേരാണ് മിസ്റ്റർ ലാൽ പി ജേക്കബ്. നമ്മുടെ കുര്യൻ സാറാണ് സമ്മാനം നിർവഹിക്കുന്നത്. കേരള വിഷന്റെ AGM ആണ് കേരള വിഷന്റെ സമ്മാനം കൈമാറുന്നത്. അപ്പൊ കൊച്ചിയുടെ അടുത്ത ആവേശ കാഴ്ചകളിലേക്ക് ഞാൻ പോവുകയാണ്. ഇന്ന് നേരെ പരവൂരിലേക്കാണ് പോകുന്നത്. You're a good soldier, choosing your battles. Pick
pick yourself up and dust yourself off and back in the saddle. Come follow your desire. When there's a will, there's a way. You're the other. Got everything you need. Now bring it like you need it. Just like you need it. ഗോൾഡ് സോൺ കൺട്രിയുടെ ഇന്നത്തെ ഈ ഷോ ഇവിടെ തുടങ്ങുകയാണ്. ഞാൻ സ്വാഗതം ആശംസിക്കാനായിട്ട് ഹെഡ് മിസ്സസ്, ഈ സ്കൂളിന്റെ ലിറ്റിൽ ഹാർട്ട് സ്കൂളിന്റെ ഹെഡ് മിസ്സസ് ആയിട്ടുള്ള പുഷ്പലത മാമിനെ ക്ഷണിക്കുകയാണ്. At the outset, I would like to extend a very warm welcome to the whole team from the Kerala Vision. A very warm welcome to Little Hearts family. നമ്മൾ ലഹരി തൂത്ത് മാറ്റുവാനായിട്ട് കേരള വിഷൻ ന്യൂസ് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഈ പ്രോഗ്രാം ഇന്നിവിടുത്തെ സ്കൂളിൽ വളരെ ഭംഗിയായിട്ട് നമ്മൾ നടത്തുവാണ്. ഒപ്പം തന്നെ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കളിയാണ് ലഹരി, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ലിറ്റിൽ ഹാർട്ട് സ്കൂളിലെ കുട്ടികൾ നൽകിയ ഈ സ്വീകരണത്തിന് കേരള വിഷന്റെ വലിയൊരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഫുട്ബോൾ ലഹരി ഈ 20-ാം തീയതി നമ്മുടെ കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ലഹരിക്ക് എതിരെയുള്ള ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ഈ യാത്രയിൽ നമ്മളുടെ സ്കൂൾ തിരഞ്ഞെടുത്തതിന് പ്രത്യേകം നമ്മൾ കേരള വിഷൻ ടിവിയോട് പ്രത്യേകം നമ്മുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പൊ തുടങ്ങിയാലോ ഫുട്ബോൾ ലഹരിയിലേക്ക്. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ സൗഹൃദങ്ങളാകട്ടെ, നല്ല ബന്ധങ്ങളാകട്ടെ, സന്തോഷകരമായ കുടുംബജീവിതമാവട്ടെ, അല്ലെങ്കിൽ നല്ല. അപ്പൊ ആദ്യം നമുക്ക് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ പെനാൽറ്റിക്ക് കിടക്കാനായിട്ട് വരുന്ന കൂട്ടുകാരനെ ഞാൻ ക്ഷണിക്കുകയാണ്. CR7 ആണോ? അർജന്റീന ഗോൾ കീപ്പർ അല്ലേ? ഗോൾ കീപ്പറായിട്ട് അർജന്റീന അവിടെ നിൽക്കുമ്പോ CR7 അല്ലാതെ അപ്പോ CR7 വേൾഡ് കപ്പിൽ നിന്ന് നിർഭാഗ്യവശാൽ പുറത്തായിരിക്കുന്നു. പക്ഷേ CR7ന്റെ കരുത്ത് നമ്മൾ ഇവിടെ ഈ ലിറ്റിൽ ഹാർട്ട് സ്കൂളിൽ കാണാൻ പോവുകയാണ് അല്ലേ? അദ്വൈതാണ് ആദ്യത്തെ പെനാൽറ്റിക്ക് കിടക്കുന്നത്. ആദ്യത്തെ ഗോൾ. അപ്പൊ അടുത്തതായിട്ട് ആരാണ് വരുന്നത് നോക്കാം. ഏത് ക്ലാസ്? പ്ലസ് ടു. ഓക്കെ, എനിക്ക് ഉറപ്പായി താങ്കൾ അർജന്റീനയുടെ ആരാധകനാണ്. ഫേവറേറ്റ് പ്ലെയർ മെസ്സി. ലഹരിക്കെതിരെയുള്ള ഒരു ഷൂട്ടൗട്ട് കൂടെയാണ് നമ്മുടെ കേരള വിഷന്റെ ഈ ഗോൾ സോൺ കൺട്രി എന്ന ഈ പ്രോഗ്രാം. ഇനി നമുക്ക് കുറച്ച് സമ്മാനങ്ങളിലേക്ക് അങ്ങ് പോയാലോ. മനോഹരമായ ഒരു ഫ്ലാഷ് മൂവ് ആയിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാർ സമ്മാനിച്ചത്. ആദ്യം നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവർക്ക് നന്ദി. നിങ്ങളെല്ലാം ഏത് ടീമിന്റെ ആരാധകരാണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹം. പോർച്ചുഗലിന്റെ ആരാധകരാണ് ഇവിടെ നിൽക്കുന്നത്. പോർച്ചുഗലിന്റെ ആരാധകരൊന്ന് ആർപ്പ് വിളിച്ചേ. പോർച്ചുഗലിന് എനിക്കോണോ CR7ന്റെ ടീമായതുകൊണ്ട് പിള്ളേരെല്ലാം പോർച്ചുഗലിന്റെ വലിയ ആരാധകരാണെന്ന് എനിക്കറിയാം. ഇനി അർജന്റീന ഫാൻസ് അവിടെ. പോർച്ചുഗലിനും അർജന്റീനയ്ക്കും ഒരു കുറവുമില്ലാത്ത ആവേശമാണ്. ഇനി വേറെ ഏതെങ്കിലും ടീമിന്റെ ആൾക്കാരുണ്ടോ? ബ്രസീൽ എവിടെ? ബ്രസീൽ. ഫുട്ബോളാണ് സമ്മാനം ഈ കൂട്ടുകാർ കൊടുക്കുന്നു. ഒരു ഗ്രേറ്റ് സേവ് ചെയ്ത അർജന്റീനിയൻ ജേഴ്സിൽ എന്ന കൂട്ടുകാരുടെ പേര് അഹ്ലം സുൽത്താനും സമ്മാനമുണ്ട്. ഒപ്പം എല്ലാരെയും ഞെട്ടിപ്പിച്ച് കളഞ്ഞ രണ്ടുപേർക്ക് സമ്മാനമുണ്ട്. ലഹരിക്കെതിരെയുള്ള ഒരു ഷൂട്ടൗട്ട് കൂടെയാണ് നമ്മുടെ കേരള വിഷന്റെ ഈ ഗോൾ സോൺ കൺട്രി എന്ന ഈ പ്രോഗ്രാം. അതില് നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി
നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നു. ഗോൾസ് ഓൺ കൺട്രി എന്ന പേരിൽ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഈ ഫുട്ബോൾ ലഹരിയിൽ പങ്കാളിയാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ജീവിതമാണ് ലഹരി, കലയാണ് ലഹരി, സ്പോർട്സാണ് ലഹരി, അല്ലാണ്ട് ജീവിതം പുകച്ചു കളയാനുള്ളതല്ല. കേരള വിഷൻ നടത്തുന്ന ഈ വൻപിച്ച മുന്നേറ്റത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ്റെ പ്രചാരകരായി മാറുന്ന എല്ലാവരും രാജ്യത്തെയും പുതിയ തലമുറയെയും സ്നേഹിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കേരള വിഷൻ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളിൽ ഒന്നായി ഈ ഗോൾസ് ഓൺ കൺട്രി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് സത്യപ്രതിജ്ഞ ചെല്ലാം. എല്ലാവരും വലത് കൈ മുന്നിലേക്ക് നീക്കി ഈ പറയുന്ന വാചകങ്ങൾ ഏറ്റുചൊല്ലുക. ഒപ്പം ആ ചൊല്ലുന്ന വാചകങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൈമാറുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാടിന്റെ കാവലായി പ്രവർത്തിക്കുമെന്നും ലഹരിക്കെതിരെ ഒരു യോദ്ധാവായി പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. തൽക്കാലം നിങ്ങളുടെ ഈ സ്കൂളിൽ നിന്ന് നമ്മുടെ കേരള വിഷന്റെ ഈ ഗോൾസ് ഓൺ കൺട്രി എറണാകുളത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. പോയിട്ട് വരട്ടെ. അപ്പൊ ആര് ജയിക്കും ഈ പ്രാവശ്യം? ആര് വേൾഡ് കപ്പ് അടിക്കും? ഓ, എല്ലാവരും കാത്തിരിക്കുകയാണ്. അർജന്റീന എന്ന് പറഞ്ഞ് നമ്മുടെ കൊച്ചിയിലെ ഫാൻസ് എന്താകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഇതൊക്കെയാണ് ലഹരി. You're a good soldier, choosing your battles. Pick yourself up and dust yourself off and back in the saddle. കേരള വിഷൻ ഗോൾസ് ഓൺ കൺട്രി അങ്ങനെ കൊച്ചി നഗരം ചുറ്റി ഒടുവിൽ ചിറ്റാറ്റിൻകര നമ്മുടെ ടർഫിലെ ഫുട്ബോൾ ലഹരിയിലേക്ക് കിടക്കുകയാണ്. 2 ടീം ഇവിടെ സജ്ജരായിട്ടുണ്ട്. ആ 2 ടീമിനെയും പരിചയപ്പെടാനായി ചിറ്റാറ്റിൻകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK സാബു സാർ, പിന്നെ നമ്മുടെ കേരള വിഷന്റെ പ്രതിനിധി, പിന്നെ പഞ്ചായത്തിന്റെ പ്രതിനിധികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ടീമുകളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം ഞാൻ ടീമിന്റെ പേരൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടാം. നിങ്ങളുടെ ടീമിന്റെ പേര്? ലോസ് ബ്ലാങ്കോസും ചിറ്റാറ്റിൻകര സ്പോർട്ടിംഗ് ക്ലബ് ചിറ്റാറ്റുകരയും. 2 ടീമുകളെയും പരിചയപ്പെടാൻ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK സാബു സാറും നമ്മുടെ മറ്റു പ്രതിനിധികളും എത്തുകയാണ്. അപ്പോൾ നമുക്ക് 2 വാക്ക് പറയാനായിട്ട് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK സാബു സാറിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. സാർ, ഇത് ഓപ്പറേഷൻ തൂഫാന് ഒരു പിന്തുണ കൂടെ നൽകിക്കൊണ്ട് മറ്റു ലഹരികളിൽ നിന്ന് എല്ലാം ഉപേക്ഷിക്കാം, ഇനി ഇതുപോലുള്ള കളിക്കളങ്ങളിലെ ലഹരി എല്ലായിടത്തും പടരട്ടെ എന്നൊരു സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ വാഹനം ഇവിടേക്ക് കടന്നു വരുന്നത്. 2 വാക്ക്. ഈ ഒരു പ്രചോദനം നമ്മുടെ നാട്ടിലെ നല്ല ഉണർവിലേക്ക്, ലഹരികൾ ഒഴിവാക്കിയിട്ട് ഇത്തരം കായികമായിട്ടുള്ള ചുണക്കുട്ടികൾ ഉണർത്തി നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് മാറ്റാൻ കേരളത്തിലെ എമ്പാടും നിങ്ങളെപ്പോലുള്ള ചാനലുകൾ തയ്യാറായി വരുന്നതിൽ ചിറ്റാറ്റ പഞ്ചായത്തിൻ്റെ പ്രത്യേകം ഞാൻ അഭിനന്ദനം പറയുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഞാൻ ചിറ്റാറ്റ പഞ്ചായത്തിലെ 15ാം വാർഡിലെ പ്രതിനിധിയാണ്. ഈ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് നിങ്ങൾ മുമ്പോട്ട് വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ ഇതിന് മുൻകൂട്ടി തന്നെ നമ്മൾ ഏർപ്പെട്ടിരുന്ന ഒരാളാം കൂടിയാണ്. അതിൻ്റെ പേരിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയും ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. പ്രത്യേകിച്ച് ചിറ്റാറ്റ പഞ്ചായത്തിൻ്റെ മുഴുവൻ എന്താ പറയുക പ്രോത്സാഹനവും ഈ കാര്യത്തിനുണ്ടായിരിക്കും. അതുകൊണ്ട് അഭിനന്ദിക്കുന്നു നിങ്ങളെല്ലാവരെയും. ഇക്കാര്യത്തിൽ ഇറങ്ങി തിരിച്ചതിന് നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ നമ്മൾ കഴിഞ്ഞ ലോകകപ്പിനോടനുബന്ധിച്ച് ഗോളാരവം എന്ന പരിപാടിയാണ് കേരള വിഷൻ ന്യൂസ്. ഞാനായിരുന്നു എൻ്റെ അവതാരകൻ. അതെ. അപ്പോൾ ഇത്തവണ നമ്മൾ ഗോൾഡ്സ് ഓൺ കൺട്രി എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ കായിക താരങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം കേരള വിഷൻ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു അവസരത്തിൽ, ലോകകപ്പിൻ്റെ ഈ അവസരത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള തൂഫാൻ ലഹരി വിരുദ്ധ പരിപാടിയോടൊപ്പം ചേരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ കായിക താരങ്ങളെയും കേരള വിഷന് വേണ്ടി അഭിനന്ദിക്കുന്നു. You're a good soldier, choosing your battles. Pick yourself up and dust yourself off and back in the saddle.